പ്രസവത്തിന് പിന്നാലെ 22-കാരി മരിച്ചതിൽ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെ ഗുരുതര ആരോപണവുമായി പെൺകുട്ടിയുടെ കുടുംബം. അനസ്തേഷ്യ നൽകിയതിലെ പിഴവ് മൂലമാണ് മരണമെന്നാണ് ആരോപണം. അനസ്തേഷ്യ ഗൈനിക് ഡോക്ടർമാർ 5000 രൂപ കൈക്കൂലി ചോദിച്ചു വാങ്ങിയെന്നും കുടുംബം ആരോപിക്കുന്നു. കൊല്ലം തേവലക്കര സ്വദേശി ജാരിയത്ത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. സിബി ജോസഫ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിബി, ഗൈനിക് ഡോക്ടർക്കെതിരെയും അനസ്തേഷ്യ ഡോക്ടർക്കെതിരെയും ഗുരുതരമായ ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് 22 വയസ്സുകാരി പ്രസവാനന്തരം മരിച്ചത്. പക്ഷേ ഇത് ഇവിടെ വെച്ചാണ് മരിച്ചെങ്കിൽ പോലും കരുനാഗപ്പള്ളിയിലെ ആശുപത്രിയിൽ ഉണ്ടായ ചികിത്സാ പിഴവാണെന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. ഇപ്പോൾ ഈ മരിച്ച പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ അച്ഛൻ നമ്മോടൊപ്പം ചേരുകയാണ്. നൗഷാദൊക്കെ എന്താണ് സംഭവിച്ചത്? ഞാൻ 1-ാം മാസം തൊട്ടൊക്കെ എൻ്റെ മോളെ അവിടെ ചികിത്സയിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അവരന്നേരം ഈ മാസം 22-ാം തീയതി ഡേറ്റ് അവർ ഇട്ടിരുന്ന് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു അതിനിപ്പുറം വെച്ച് എന്തെങ്കിലും അസുഖങ്ങൾ വരികയെന്നുണ്ടെങ്കിൽ വന്ന് അഡ്മിറ്റ് ആവാൻ പറയും. അങ്ങനെയാണ് നമ്മൾ 14-ാം തീയതി അവിടെ വന്ന് അഡ്മിറ്റായി ഇവിടെ കൊല്ലത്ത് കരുനാഗപ്പള്ളി കൊണ്ടുവന്ന് അഡ്മിറ്റാക്കി കഴിഞ്ഞ് അന്ന് അവർ ICU കയറ്റി കിടത്തി. കൊണ്ടുവന്ന ഉടനെ ലേബർ റൂമിൽ കയറ്റി അവർ ട്രിപ്പും കാര്യങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ആ വേദന മാറി ഇറങ്ങിപ്പോരെന്നും പറഞ്ഞ് കുഞ്ഞിനെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുകയൊക്കെ ചെയ്ത് രാത്രി ആകുമ്പോൾ വീണ്ടും കൊണ്ട് ഇഞ്ചക്ഷനും ട്രിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ മെയിൻ ഡോക്ടർ പറഞ്ഞു എന്തായിരുന്നാലും പ്രസവ വേദന വന്നിട്ട് പ്രസവിച്ചാൽ മതി. 2 ട്രിപ്പ് ഇട്ടത് അതിൽ 2 ഊരി പകുതി ആയപ്പോൾ ഈ 2 ട്രിപ്പും മാറ്റിയേക്കാൻ പറഞ്ഞു. മാറ്റിയിട്ട് പറഞ്ഞ് നല്ലപോലെ ഒന്ന് പ്രസവിച്ചതില്ല അറിയാമല്ലേ വേദനയും കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് നല്ലപോലെ വേദന വന്നിട്ട് പ്രസവിച്ചാൽ മതി അവിടെ നില്ലെന്നും പറഞ്ഞ് ഇവരങ്ങ് പോയി കഴിഞ്ഞിട്ടാണ് അന്ന് തന്നെയാണ് ഈ വെള്ളിയാഴ്ച രാത്രി ഇവർ വീണ്ടും വന്നിട്ട് എൻ്റെ അടുത്ത് കണക്ക് പറഞ്ഞ് ജാരിയത്തിന് പ്രസവത്തിനകത്ത് ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്, അതുകൊണ്ട് നമുക്കിത് ഓപ്പറേഷൻ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അന്നേരം പറഞ്ഞ് മയക്ക് ഡോക്ടറെ വരുത്തണമെന്നുണ്ടെങ്കിൽ തിരുവല്ലായിൽ നിന്നാണ്ട് ഡോക്ടർ വരേണ്ടത്, അവർക്ക് ഫീസ് കൊടുക്കണം. ഞാൻ ചോദിച്ചു എത്ര രൂപ ഫീസ് കൊടുക്കേണ്ടത്? അത് 2500 രൂപ അവർക്ക് ഫീസ് കൊടുക്കണം. ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കാം, എന്നാലും എൻ്റെ മോളുടെ വേദന മാറി കിട്ടിയാൽ നമ്മൾ അന്നേരം ഉദ്ദേശിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരനൊരു പയ്യൻ നല്ലൊരു ഡോക്ടറാണ്, അദ്ദേഹം അങ്ങോട്ട് കയറി പോയെന്ന് കണ്ടപ്പോൾ എൻ്റെ മോളെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി. ഇത്തിരി നേരം കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവർ നേരെ ഇതിലോട്ട് കൊണ്ടുപോയി, ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചു കൊണ്ടുവന്ന് കുഞ്ഞിനെ എൻ്റെ വൈഫിൻ്റെ കയ്യിലെടുത്ത് കൊടുത്തിട്ട് ഇവരുടെ മോളെ കൊണ്ടുപോയില്ല, ICUയുടെ വാതിലിൽ കൊണ്ടുപോയി ഇച്ചിരി നേരം ഒന്ന് കടത്തിയിട്ട്. എന്നാൽ ഒത്തിരി നേരം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം മോളെ കടത്തിയേക്കുന്നിടത്ത് ഭയങ്കര ബഹളവും കാര്യങ്ങളും. സിസ്റ്റർമാർ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, ഡോക്ടർമാർ ഓടി വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ ഞാൻ അവിടെ നിന്ന് എത്തി ഇങ്ങനെ നോക്കിയപ്പോൾ ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ നമുക്ക് പറ്റുന്നില്ല, കുഞ്ഞിന് ബ്ലീഡിങ് ഉണ്ട്, അതുകൊണ്ട് വണ്ടാനത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞാൻ പറയാൻ എന്താ നമ്മൾ അറിയുന്നില്ല, സംഭവങ്ങൾ എന്താ നമ്മൾ അറിയുന്നില്ല. ഞാൻ അന്നേരം തന്നെ അവർ ആംബുലൻസ് വിളിച്ച് അത് ചെറിയ ആംബുലൻസിനകത്ത് കയറ്റി അവിടുന്ന് ഒരു ഡോക്ടർ ഒരു സിസ്റ്റർമാർ ആരും എൻ്റെ മോളെയും കൂടെ വന്നില്ല. അവിടുന്ന് നേരെ ഇവിടെ കൊണ്ടുവന്ന് അകത്തോട്ട് കയറ്റി അവർ അന്നേരം വണ്ടി മോളെ കൊണ്ടുപോയി ICU കയറ്റി അവർ ട്രിപ്പ് ഇഞ്ചക്ഷനും എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞ് എന്നെ വിളിപ്പിച്ച് ഞാൻ കയറി ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ ഡോക്ടർ ഫസ്റ്റ് എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യം ജാരിയത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വലിയ പ്രതീക്ഷ വേണ്ട, ജാരിയത്തിന് മരുന്നും കാര്യങ്ങളും ഒന്നും ചെയ്തണക്കെ ശരീരത്തിൽ പിടിക്കുന്നില്ല, അതുകൊണ്ട് വലിയ പ്രതീക്ഷ വേണ്ട. അത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് വാവിട്ട് കരഞ്ഞിട്ട് ഞാൻ തൊഴുതിട്ട് ഞാൻ പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്യാം, എൻ്റെ മോളെ എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ് കരയുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ തോളെ ഇങ്ങനെ തട്ടിയിട്ട് വിഷമിക്കേണ്ട, ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിലുള്ള മരുന്നും കാര്യങ്ങളും നമുക്കിവിടെ ചെയ്യാം, പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, പ്രതീക്ഷ വിടയും വേണ്ട. എന്തായാലും അവിടെ സംഭവിച്ചൊരു ചികിത്സാ പിഴവാണെന്നാണല്ലോ നിങ്ങളുടെ ആരോപണം? തീർച്ചയായിട്ടും അത് തന്നെയാണ്.